Assalamu alaikum wa rahmatullah. Marhaba. Welcome to Arabic Language Hub. അറബിക് ലാംഗ്വേജ് ഹബ്ബ് കണ്ടക്ട് ചെയ്യുന്ന ഫാസ്റ്റ് ട്രാക്ക് സ്പോക്കൺ അറബിക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി ഡെമോ ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു ചാപ്റ്ററാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ, യഥാർത്ഥത്തിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് ആവശ്യം ഉണ്ടാവുക ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്താണ്. എന്നാൽ നമ്മൾ ഒരാളെ കണ്ടുമുട്ടി സംസാരിക്കുന്ന സമയത്ത് ബേസിക് കാര്യങ്ങൾ നമുക്ക് പറയാനും അത് ചോദിക്കാനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക എന്ന നിലക്കാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മളെക്കുറിച്ച് എങ്ങനെ പരിചയപ്പെടുത്താം എന്നുള്ളതാണ്. അതിനുശേഷം നമ്മളിതിൽ എങ്ങനെ ഒരാളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നതൊക്കെ ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് രൂപത്തിൽ നമ്മൾ പേര് പറയും. ഒന്ന് മൈ നെയിം ഈസ് എന്ന് പറഞ്ഞ് നമ്മുടെ പേര് പറയാം, അതല്ലെങ്കിൽ ഐ ആം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. ഈ രണ്ട് യൂസേജും നമുക്ക് അറബിയിലും യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് വേർഡായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്, ഇസ്മ. ഇസ്മ എന്ന് പറഞ്ഞ നെയിം, ഇസ്മ നെയിം. ഇതിന്റെ അവസാന ഭാഗം ഒരു ഈ സൗണ്ട് കൊണ്ടൊന്ന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇസ്മീ എന്ന് പറയാം. ഇസ്മീ എന്ന് പറഞ്ഞാൽ മൈ നെയിം. ഇവിടെ ഇസ്മ എന്ന വേർഡിനോട് കൂടി ഈ സൗണ്ട് ചേർക്കുമ്പോഴാണ് മൈ എന്ന് വരുന്നത്. അപ്പൊ ഇസ്മീ എന്ന് ചേർത്ത് നമുക്കതിനെ പറയാൻ പറ്റും. ഇപ്പോൾ അറബിയിൽ ഏതെങ്കിലും ഒരു നൗണിന്റെ കൂടെ നമ്മൾ ഈ സൗണ്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് എൻ്റെതാണെന്ന് പറയാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള കിതാബ്. കിതാബ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ നമ്മൾ കിതാബ് ബുക്ക് പറഞ്ഞു, അതേ സാധനം തന്നെയാണ് അറബിയിൽ കിതാബ് എന്നാണ് യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ബുക്ക് എന്ന് പറയാൻ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഈ സൗണ്ട് ചേർത്ത് കൊടുത്ത് കിതാബി. കിതാബി എന്ന് പറഞ്ഞാൽ എൻ്റെ ബുക്ക് എന്നാണ്. ഇങ്ങനെ നമുക്ക് പല വേർഡ്സിനെയും നൗൺസിനെ അതിൻ്റെ കൂടെ ഈ സൗണ്ട് ചേർത്തുകൊണ്ട് പറയാം. ഇനി എൻ്റെതെന്ന് പറയാൻ വേറെയും ചില മെത്തേഡുകൾ ഉണ്ട്. ഇൻഷാല്ലാ അത് മറ്റ് ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഒരു സാധനം ഫോളോ ചെയ്യാം. അപ്പോൾ ഇസ്മ നെയിം, ഇസ്മി മൈ നെയിം. ഇനി നമ്മൾ പേര് ചേർക്കും പറയുമ്പോൾ ഇപ്പോൾ മുഹമ്മദ് എന്നുള്ള ഒരാൾ പറയുകയാണെങ്കിൽ ഇസ്മി മുഹമ്മദ്, മൈ നെയിം ഇസ് മുഹമ്മദ്. അങ്ങനെ ഓരോരുത്തർക്കും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇസ്മി ഫസൽ. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞു നോക്കൂ. അതെ, ഇസ്മി ചേർക്കുക, അതിൻ്റെ കൂടെ പേര് ചേർക്കുക. ഇനി മറ്റൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു, അയാം എന്ന് പറയാം. അയാം എന്നുള്ളതിന് അറബിയിൽ അന എന്നാ പറയാം, അന. അപ്പോൾ അന മുഹമ്മദ്, അയാം മുഹമ്മദ്. അന ഫസൽ, അയാം ഫസൽ. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞു നോക്കൂ. ഓക്കെ, ഇങ്ങനെ ഇനി നമുക്ക് ചേർത്ത് പറയാനുള്ള ഫ്രം വേർ വി ആർ, നമ്മൾ എവിടുന്നാണ്. അതിന് അനയുടെ കൂടെ ഒരു മിൻ സൗണ്ട് ചേർത്ത് കൊടുക്കാം. അനമിൻ, അനമിൻ ഐ എം ഫ്രം. അപ്പൊ അനമിൻ നമ്മുടെ പ്ലേസ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോ ഒരാള് കൊച്ചിൻ ആണെങ്കിൽ അനമിൻ കൊച്ചിൻ. ട്രിവാൻഡ്രം, അനമിൻ ട്രിവാൻഡ്രം. മലപ്പുറം, അനമിൻ മലപ്പുറം. അങ്ങനെ നമ്മുടെ പ്ലേസ്, കറക്റ്റ് പ്ലേസ് എവിടെയാണോ ആ പ്ലേസ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കാലിക്കറ്റിലുള്ള ഒരാളാണെങ്കിൽ അനമിൻ കാലിക്കൂത്ത് എന്ന് പറയാം, അനമിൻ കാലിക്കൂത്ത്. ഈ കാലിക്കൂത്ത് എന്നുള്ളത് ശരിക്കും അറബികൾ കാലിക്കറ്റ് അല്ലെങ്കിൽ കോഴിക്കോട് എന്നൊക്കെ പറയാൻ ശ്രമിച്ച സമയത്ത് അത് കാലിക്കൂത്ത് എന്നായിട്ടാണ് അവർ പ്രൊനൗൺസ് ചെയ്തത്. അതുകൊണ്ട് അത് അങ്ങനെ പറയുന്നു. മറ്റു പ്ലേസുകൾ, നമ്മുടെ പ്ലേസ് എങ്ങനെയാണോ നമ്മൾ മലയാളത്തിൽ പറയുന്നത് അതേ രൂപത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ പേര് പറയുന്ന പോലെ തന്നെ അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ചേർത്ത് പറയാൻ, സ്റ്റേറ്റിന് വിലായത്തി എന്ന് പറയാം. അതിൻ്റെ കൂടെ ഫീ ചേർത്തുകൊണ്ട് ഫീ വിലായത്തി. ഫീ വിലായത്ത്, ഫീ എന്നുള്ളത് ഇൻ എന്ന അർത്ഥത്തിലാണ് ചേർക്കുന്നത്. ഫീ വിലായത്തി കേരള, ഫീ വിലായത്തി കേരള. ഇവിടെ കേരള എന്ന് എഴുതിയിട്ടുള്ളത് കേരള എന്നാണ് ഉച്ചരിക്കുക അറബിയിൽ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്, ഫീ വിലായത്തി കേരള. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് പറയാം. ഇപ്പോൾ ഒരാൾ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ ചെന്നൈ ആണെങ്കിൽ അനമിൻ ചെന്നൈ ഫി വിലായത്തി തമിഴ്നാടു എന്ന് പറയാം. അനമിൻ കാലിക്കൂത്ത് ഫി വിലായത്തി കേരള. അനമിൻ മലപ്പുറം ഫി വിലായത്തി കേരള. അങ്ങനെ നമ്മുടെ പ്ലേസും നമ്മുടെ സ്റ്റേറ്റ് കൂടെ ചേർത്ത് നമുക്ക് പറയാൻ പറ്റും. ഇനി ചേർക്കാനുള്ളത് നമ്മുടെ നാഷണാലിറ്റിയാണ്. നാഷണാലിറ്റി പറയുമ്പോൾ അന ഹിന്ദി എന്നാ പറയാം. അന ഹിന്ദി, ഐ എം ഇന്ത്യൻ, ഐ എം ഇന്ത്യൻ. അതൊരു ഫീമെയിൽ പറയുമ്പോൾ അന ഹിന്ദിയ എന്ന് പറയാം, ഹിന്ദിയ. ഹിന്ദി
ഹിന്ദിയ. ഇത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹിന്ദി ലാംഗ്വേജ് ഓർത്താൽ മതി. അനഹിന്ദി എന്ന് മെയിലിന് പറയാം, അനഹിന്ദിയ ഫീമെയിലിന് പറയാം. ഇത് പറയുമ്പോൾ നമ്മുടെ നാഷണാലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയാം. ഇനി അതല്ല ഐ എം ഫ്രം ഇന്ത്യ എന്ന് പറയാനാണെങ്കിൽ ഇന്ത്യ എന്നുള്ളതിന് അൽ ഹിന്ദ് എന്ന് പറയാം, അൽ ഹിന്ദ്. അപ്പോൾ അന മിനൽ ഹിന്ദ്, അന മിനൽ ഹിന്ദ്, ഐ എം ഫ്രം ഇന്ത്യ. ഓക്കെ, ആ രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് നമ്മുടെ പേര് പറയാൻ, 2 രൂപത്തിൽ പറയാമെന്ന് പറഞ്ഞു. അതിൽ ഒരു രൂപം നമുക്ക് സെലക്ട് ചെയ്യാം. രണ്ടും കൂടെ ചേർത്ത് പറയേണ്ടതില്ല, ഏതെങ്കിലും ഒരു രൂപം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇസ്മി ചേർത്തുകൊണ്ട് പേര് പറയാം, അല്ലെങ്കിൽ അന ചേർത്തുകൊണ്ട് നമ്മുടെ പേര് പറയാം. ഇപ്പോൾ നമ്മൾ ഒരു മോഡൽ ഞാൻ അങ്ങനെ പറയാം. ഇസ്മി മുഹമ്മദ്, അന മിൻ കാലിക്കൂത്ത് ഫി വിലായത്ത് കേരള, അന ഹിന്ദി. ഓക്കെ, ഇതുപോലെ ഈ 4 കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി നമ്മൾ ഇതിലേക്ക് എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഡെസിഗ്നേഷൻ എന്താണ്, നമ്മുടെ ഏജ് എത്രയാണ്, നമ്മുടെ ഗ്രാജുവേഷൻ എവിടെ നിന്നാണ്, അതുപോലെ നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ്, മക്കൾ, ഈ കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു ഫുൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ വരുന്നത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഉടനെ തന്നെ ഉണ്ടാവും. സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ക്ലാസ് നിങ്ങൾ ജോയിൻ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ് ലഭിക്കും. അപ്പോൾ ആ ക്ലാസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക, അത് മിസ്സാക്കാതിരിക്കുക. ലൈവ് ക്ലാസ് നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നമ്മളൊരു തീം പഠിച്ചു, ഈ പഠിച്ച തീം നമ്മൾ ലൈവിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നു, പരസ്പരം പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ലൈവ് ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാക്കാതിരിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഡെമോ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഭാഗമാണ് പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണിത് ചോദ്യങ്ങൾ ചോദിക്കുക, ഇതിൻ്റെ ഫുൾ രൂപം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മുടെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ അറബി ഭാഷ പഠിക്കാനും സംസാരിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കിതിന് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് കുറച്ച് എഫേർട്ട് ഇതിലിട്ടു എന്നുള്ളത് കൊണ്ട് അവർക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഓക്കെ, വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഓക്കെ, ബൈ.